So hello students, today we are going to discuss an example in Klepner, that is the spring gun recoil. So we have a spring gun that is having a mass capillum, and there is a bullet of mass small m. ഇപ്പോൾ ഈ സ്പ്രിങ് നമ്മൾ കംപ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദ സ്പ്രിങ് വിൽ എക്സൈറ്റ് എ ഫോഴ്സ് ഓൺ ദ മാസ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ബുള്ളറ്റും സ്പ്രിങ്ങും അല്ലെങ്കിൽ സ്പ്രിങ് ഗൺ സിസ്റ്റവും രണ്ടായിട്ട് മാറുന്നു. സോ ഇറ്റ് വിൽ ബി ഗെറ്റ് സെപ്പറേറ്റഡ്. ബുള്ളറ്റ് ഈസ് മൂവിങ് വിത്ത് സം ഹൈ വെലോസിറ്റി ത്രൂ ദ എയർ ലൈക്ക് ദിസ്, സം പാത്ത്. നൗ അതേ സമയത്ത് തന്നെ സർഫസിലൊരു ഫ്രിക്ഷൻലെസ് സർഫസ് ആണെന്ന് വിചാരിക്കുക. The gun will move backwards with some velocity Vf, capital Vf, say. Now ഈ ബുള്ളറ്റ് ഇവിടുന്ന് സെപ്പറേറ്റ് ഔട്ട് ആവുന്ന ആ ഇൻസ്റ്റൻറ്റ് വരെ ഈ സ്പ്രിങ് ഇതിന് മുകളിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടും കൂടി ഇതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ ഈ ബുള്ളറ്റ് ഈ സിസ്റ്റത്തിൽ നിന്ന് ഗണ്ണിൽ നിന്ന് ഇതിൻ്റെ സ്പ്രിങ്ങിൽ നിന്നുള്ള കോണ്ടാക്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുവരെ സ്പ്രിങ്ങും ബുള്ളറ്റും കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയം വരെ സ്പ്രിങ്ങിൻ്റെ മുകളിൽ നിന്ന് അതിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗപ്പെടുത്തുന്നുണ്ട്. ആ ഫോഴ്സാണ് ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊരു ആക്സിലേഷൻ ഉണ്ടാക്കുന്നത്. ബുള്ളറ്റ് ഫയർ ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സാണ്. പക്ഷെ ഫയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനുഭവപ്പെടുന്ന ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അതായത് പിന്നെ അതിൻ്റെ മുകളിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല ഒരിക്കൽ ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ഒന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ലെറ്റ് v0 ബി ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ബുള്ളറ്റ് ഈസ് ഫയേർഡ് എന്ന് വിചാരിക്കുക. ഈ v0 എന്ന് പറയുന്ന വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി ദ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഗൺ. ഗണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ ഗണ്ണിൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ വെലോസിറ്റി v0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിൽക്കുന്ന ഈ ടേബിളിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ഗണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതിൻ്റെ വെലോസിറ്റി v0 ആണെങ്കിൽ ടേബിളിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സോ ഇറ്റ് വിൽ ബി v0 മൈനസ് vf. ടേബിളിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, ചെയ്യപ്പെടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v0 മൈനസ് vf ആണ്. ഇഫ് v0 ഈസ് ദ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ഗൺ. അപ്പോൾ അയാൾ കാണുന്നത് vf വെലോസിറ്റിയോടുകൂടി ഗൺ പുറകോട്ട് പോകുന്നു, v0 മൈനസ് vf വെലോസിറ്റിയോടുകൂടി ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ എക്സ് ഡയറക്ഷനിലേക്ക് അതിന് മുകളിൽ ഫോഴ്സ് ഒന്നും അനുഭവപ്പെടാത്തത് കൊണ്ട് ദിസ് momentum in the x direction will remain a constant. dpx by dt will be equal to 0. സോ നമ്മൾ ഈ ടേബിളിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ദ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് v0. ഓക്കെ, സോ ദിസ് ഈസ് ദ വെലോസിറ്റി v0. ഈ v0നെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. വൺ ഈസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, this is v0 cos theta and this will be v0 sin theta. So ഈ വെലോസിറ്റി ഏത് ഡയറക്ഷനിലേക്കാണ്? റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ദറ്റ് ഈസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. സോ ദ നെറ്റ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈസ് നത്തിങ് ബട്ട് v0 cos theta മൈനസ് vf ആൻഡ് ദ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി വിൽ ബി v0 sin theta. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതിന് എക്സ് ഡയറക്ഷനിലേക്കുള്ള ബുള്ളറ്റ് ജസ്റ്റ് ഗണ്ണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് v0 cos theta മൈനസ് vf ആയിരിക്കും. ഗൺ പുറകോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി vf ആണ് വിത്ത് റെസ്പെക്ട് ടു ദ ടേബിൾ. ഈ ടേബിളിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് v0 എന്ന് പറയുന്നത് ഈ ഗണ്ണിൽ ഇരുന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് തോന്നുന്ന വെലോസിറ്റിയാണ് v0 എന്ന് പറയുന്നത്. ഓക്കെ, നൗ എക്സ് ഡയറക്ഷനിലേക്ക് അതിന് മുകളിൽ ഫോഴ്സ് ഒന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ എക്സ് കമ്പോണൻ്റ് ഓഫ് മൂവ്മെൻറ്റ് വിൽ ബി 0.
If m is the mass of the bullet, v0 cos theta minus vf is the x component of velocity. The momentum in the x direction is what? M into v0 cos theta minus vf. Now, what is the momentum of the gun? It's vf is in the opposite direction. So it is minus capital M is the mass of the gun minus m into vf. So total momentum is before interaction, before the firing of the bullet, total momentum is 0, x component of momentum is 0. കാരണം വെച്ചാൽ ഈ സിസ്റ്റം മുഴുവൻ റെസ്റ്റിലായിരുന്നു. ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു വി സീറോ കോസ് തീറ്റ മൈനസ് വി എഫ് പ്ലസ് മൈനസ് എം വി എഫ്, ദാറ്റ് ഈസ് മൈനസ് എം വി എഫ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ദ റിക്കോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഗണ്ണിൻ്റെ റിക്കോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ന്യൂട്ടൻ്റെ ലോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സാധാരണഗതിയിൽ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റം പറയുന്നൊരു കാര്യമുണ്ട്. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഇൻട്രാക്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഇൻട്രാക്ഷൻ. ആഫ്റ്റർ കൊളിഷൻ്റെ കേസിലാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ഇവിടെ നമുക്ക് ഈ ഒരു ഇവൻ്റ്, അതായത് ജസ്റ്റ് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ആ ഇൻസ്റ്റൻറ്റിൽ, ആ ഇനിഷ്യൽ ഇൻസ്റ്റൻറ്റിൽ അവിടെയുള്ള മൊമെൻ്റ് എന്താണോ അതിനുശേഷമുള്ള മൊമെൻറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഈ സിസ്റ്റത്തിന് മുകളിൽ ആക്ട് ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബുള്ളറ്റ് ഫയർ ചെയ്ത് പോകുന്നത്. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ദിസ് ഫയറിംഗ് ഓഫ് ദ ബുള്ളറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ദ ഫയറിംഗ് ഓഫ് ദി ബുള്ളറ്റ്. നമ്മൾ ഈ ബുള്ളറ്റ് ഫയർ ചെയ്ത് ഒരു ഇൻസ്റ്റൻറ്റിൽ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വി ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. വിത്ത് ദ വെലോസിറ്റി ഓഫ് ദ മാർബിൾ അറ്റ് ടൈം ടി and capital V of t be the velocity of the gun. Now while the marble is being fired, it is acted on by the spring, by gravity and by friction force with the muscle wall. Let the net force on the marble be F of t. നമ്മൾ ഈ ഫയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇറ്റ് ഈസ് ആക്റ്റഡ് ഓൺ ബൈ ദ സ്പ്രിങ്, ബൈ ഗ്രാവിറ്റി. രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ അതിന് മുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ഉണ്ട്, രണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നൗ പക്ഷേ എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് യാതൊരു ഫോഴ്സും ഇല്ല, ഒന്നും ആക്ട് ചെയ്തില്ല. നൗ അതിലൊരു ഇൻസ്റ്റൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എക്സ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദ മാർബിൾ ഈസ് എക്സ് ഡയറക്ഷനിലേക്കുള്ള അതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ടി എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഇൻറ്റു ടി ഇനിഷ്യലായിട്ട് കേട്ടോ, മാർബിളും ഗണ്ണും അല്ലെങ്കിൽ സ്പ്രിങ്ങും മാർബിളും കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റിൽ അതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു ടി. സോ വി ക്യാൻ റൈറ്റ് എം ഇൻറ്റു ഡി വി എക്സ് ബൈ ഡി ടി, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. എം ഇൻറ്റു ഡി വി എക്സ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. Now we can integrate this equation. എന്താ കിട്ടുക? സോ എം ഇൻറ്റു വി എക്സ് ഓഫ് ടി, integrate from 0 to t, vx of t minus m into v of 0 is equal to integral 0 to t fx of t dt. So that is written here. M into vx of t minus mv0 integrate ചെയ്യുമ്പോൾ dvx ന്റെ m into dvx integrate ചെയ്യുമ്പോൾ vx കിട്ടും. വി എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to t കൊടുത്തു കഴിയുമ്പോൾ വി ഓഫ് ടി മൈനസ് വി ഓഫ് 0 എന്ന് കിട്ടും. സോ മൈനസ് വി ഓഫ് 0 അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എം വി എക്സ് ഓഫ് 0 പ്ലസ് എം വി എക്സ് ഓഫ് 0 പ്ലസ് 0 to t എഫ് എക്സ് ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. സെയിം വേ
നമ്മൾ ആ ബുള്ളറ്റിൻ്റെ അല്ല ഗണ്ണിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ഡി വി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ഇൻറ്റു ടി എന്ന് എഴുതാം. കാരണം വെച്ചാൽ സ്പ്രിങ് ബുള്ളറ്റിന് മുകളിൽ എക്സ് ഡയറക്ഷനിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് സ്മോൾ എഫ് എക്സ് ആണെങ്കിൽ ബുള്ളറ്റ് ഗണ്ണിന് മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും? മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ടി is the force exerted by the bullet on the gun. So mass of the bullet into velocity or acceleration of the bullet in the x direction, that is d by dt of capital Vx. Capital Vx represents the velocity of the gun in the x direction. Integrate here. So we can adine nammal engane ezhudha m into dvx is equal to minus fx dt into dt. ഈ dt നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ m into derivative of vx എന്നുള്ളത് vx എന്ന് കിട്ടും. Between the limit 0 to t is equal to integral 0 to t minus and f of x into dt, f of t into dt, f of x t into dt. Now ഇതിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം വി എക്സ് ഓഫ് ടി മൈനസ് എം വി എക്സ് ഓഫ് സീറോ എന്ന് കിട്ടും. എം വി എക്സ് ഓഫ് സീറോയിന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് എം വി എക്സ് ഓഫ് ടി സിക്കൽ എം വി എക്സ് ഓഫ് സീറോ മൈനസ് ഇൻ്റഗ്രൽ 0 to t എഫ് എക്സ് ഓഫ് ഡി ടി. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എം വി എക്സ് ഓഫ് ടി, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എം വി എക്സ് ഓഫ് ടി ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ എം വി എക്സ് ഓഫ് ടി ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എം വി എക്സ് ഓഫ് ടി പ്ലസ് സ്മോൾ എം വി എക്സ് ഓഫ് ടി. റൈറ്റ് ഹാൻഡ് സൈഡിൽ എം വി എക്സ് ഓഫ് സീറോ പ്ലസ് ക്യാപിറ്റൽ എം വി എക്സ് ഓഫ് സീറോ. ദെൻ ഇവിടെ പ്ലസ് ഇൻ്റഗ്രൽ 0 to എഫ് എക്സ് ഡി ടി ഉണ്ട്, ഇവിടെ മൈനസ് ഇൻ്റഗ്രൽ 0 to t എഫ് എക്സ് ഡി ടി ഉണ്ട്. രണ്ടും എന്താവും? ക്യാൻസൽ ആവും. So we will get m vx of t plus small m vx of t is equal to capital M into vx of 0 plus small m into vx of 0. എന്താ ഇതിൻ്റെ അർത്ഥം? ക്യാപിറ്റൽ എം ഇൻറ്റു വി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടീത്ത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഗണ്ണിൻ്റെ മൊമെൻറ്റമാണ്. സ്മോൾ എം ഇൻറ്റു വി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടീത്ത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ബുള്ളറ്റിൻ്റെ മൊമെൻ്റാണ്. സോ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദി ഗൺ ബുള്ളറ്റ് സിസ്റ്റം അറ്റ് ദ ടീത്ത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം. എം വി എക്സ് ഓഫ് സീറോ എന്താണ്? മൊമെൻറ്റം ഓഫ് ദി ഗൺ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. സ്മോൾ എം ഇൻറ്റു വി എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് കിട്ടും the total momentum of the bullet at the instant of time t is equal to 0. So this is the total momentum initially, total initial momentum, and this is the total momentum after a time t seconds. So you can see that both will be equal. So the momentum will be conserved if the force acting in the x direction is 0. So the x component of momentum 0 ആണെങ്കിൽ the momentum x component of momentum will be conserved dpx by dt. So this is total momentum in the x direction at the instant of time t, and this is total momentum in the x direction at the instant of time 0. t എന്ന് പറയുന്നതിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. So the total momentum in the x direction remains 0 as long as the force acting in the x direction is 0. Okay, thank you.